ഹലോ! ഇന്ന് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ക്രോഷേനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ബേസിക്സ് ഒന്ന് ചെയ്യുമോയെന്ന്. ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സിൽ ഇത് അപ്ലോഡ് ചെയ്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഒരുപാട് പേർക്കത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിടുവാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ നമുക്ക് അധികം കഥ പറയാനില്ല, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആക്രിലിക് ക്യാനാണ്. അപ്പോൾ ഇത് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ആക്രിലിക് ക്യാനാണ്. അത്യാവശ്യം ഞാൻ വാങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കമ്പനിയാണ് ഡിസയർ എന്ന് പറയുന്നത്. 100 ഗ്രാം ആണ് ഇതിന് വെയിറ്റ് വരുന്നത്. അതേപോലെ ഇത് ആക്രിലിക് ക്യാനാണ്. ആക്രിലിക് ക്യാൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് അമിഗ്രുമി, ടോയ്സ്, പേഴ്സ്, പിന്നെ നമ്മൾ ഡ്രസ് ഐറ്റംസ് ചെയ്യാൻ, ബാഗ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ആക്രിലിക് ക്യാൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡ്സ് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചാണ് നമ്മൾ നൂല് സെലക്ട് ചെയ്യുന്നത്. ചൂട് കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ കോട്ടൺ യാനായിരിക്കും യൂസ് ചെയ്യേണ്ടത്. തണുത്ത കാലാവസ്ഥയ്ക്കാണ് ആക്രിലിക് യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ ഒരു യാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കവറിൽ തന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവർ എഴുതിയിട്ടുണ്ടാവും. 4 മീഡിയം എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യാനിൻ്റെ സൈസാണ് പറയുന്നത്. ഈ യാനിൻ്റെ അളവാണ് പറയുന്നത് 4 മീഡിയം, അതിൻ്റെ തിക്നെസ്. അപ്പോൾ ഇത് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല പല വെറൈറ്റീസ് വരുന്നുണ്ട്. അതെല്ലാം തന്നെ അതിൻ്റെ തിക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് പ്ലൈ എന്നാണ്. PLY എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 4 മീഡിയത്തിൻ്റെ ഒരു യാനാണ് വാങ്ങേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് 4 പ്ലൈ എന്നാണ്. 4 PLY യാൻ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അതാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിറ്റിങ്ങിനുള്ളൊരളവാണ്. നിറ്റിങ്ങിനെ പറ്റി എനിക്ക് തൽക്കാലത്തേക്ക് അറിവുകളൊന്നുമില്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്രോഷേ ചെയ്യാനുള്ള ഒരു അളവാണ് ദേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിറ്റിങ്ങിൻ്റെയും ക്രോഷയുടെയും നമ്മൾ ആ ചെയ്യുന്ന ഹുക്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി, ഇവിടെ ആ ഒരു ക്രോഷയുടെ ഹുക്കിൻ്റെ സിമ്പൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6.5 mm ആണ് നമ്മളുടെ ഈ ഒരു 4 മീഡിയം സൈസിൽ വരുന്ന ആക്രിലിക് യാനിന് വേണ്ടിയിട്ട് ഈ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഹുക്ക് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാം. ഈ ഡിസയറിൻ്റെ യാനിന് 98 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ ആമസോണിൽ ഞാൻ വാങ്ങിയ സമയത്ത്. ഇപ്പോഴും അതോ അങ്ങനെ തന്നെയാണ് റേറ്റ് കിടക്കുന്നത് കേട്ടോ. അതേപോലെ ഇത് 100% ആക്രിലിക് ബ്ലെൻഡാണ്. വെയിറ്റ് വരുന്നത് 100 ഗ്രാം. ഓക്കെ, പിന്നെ അതേപോലെ ഈ യാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വേണം സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ഡിസയർ നമുക്ക് ഈ കവറിൻ്റെ മേലെ തന്നിട്ടുണ്ട്. അപ്പോൾ മിക്ക കമ്പനി, ഒരു 90% കമ്പനികളും ഇതേപോലെ ഈ കവറിൻ്റെ മേലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോട്ടൺ യാനാണ്. ഇത് ഏത് ബ്രാൻഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു ബ്രാൻഡ് തന്നെയാണ്. ഞാൻ ലോക്കൽ മാർക്കറ്റിൽ നിന്ന്, കടയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതാണ്. അധികവും ഞാൻ ഓൺലൈനിലാണ് ഞാൻ വാങ്ങാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് റേറ്റിന് കുറച്ചും കൂടെ ഡിഫറൻസ് വരാറുണ്ട്. പിന്നെ ഓൺലൈനിൽ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് അതും കൂടെ അവൈൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതും വെയിറ്റ് വരുന്നത് 100 ഗ്രാംസ് ആണ്. അതേപോലെ ബ്ലെൻഡ് നോക്കിക്കഴിഞ്ഞാൽ 100% കോട്ടൺ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഹുക്ക് സൈസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതാണ് നിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന ആ ഒരു ടൂൾ. അതിന് ഹുക്ക് എന്നാണോ പറയുകയെന്നും എനിക്കറിയില്ല. നമ്മൾ നോക്കുന്നത് ക്രോഷേയിങ് ആണ്. ക്രോഷയുടേത് സൈസ് കൊടുത്തിരിക്കുന്നത് 3.5 mm ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ആ ഒരു ഹുക്കിൻ്റെ ആ ഒരു സിമ്പിൾ നോക്കിയാൽ മതി. അതിൻ്റെ അവിടെ തന്നെ ഇതിൻ്റെ റെക്കമെൻഡഡ് ഹുക്ക് സൈസും കൂടെ എഴുതിയിട്ടുണ്ടാവും. അപ്പം കോട്ടൺ യാൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പം സമ്മർ, അതായത് ചൂട് കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ കോട്ടൺ യാൻ ബെസ്റ്റ് ആയിരിക്കും. അതേപോലെ കുഞ്ഞു പിള്ളേർക്കൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും കോട്ടൺ ആയിരിക്കും എപ്പോഴും നല്ലത്. അടുത്ത് നമ്മളൊരു പ്ലഷ് യാനാണ് നോക്കുന്നത്. ഇത് പ്ലഷ് ആൻഡ് കട്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ്. കാരണം നല്ല ഒരു യാൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് എനിക്ക് ബ്രാൻഡ്സിനോടുള്ള ഇഷ്ടങ്ങളും ഇഷ്ടക്കേടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹുക്ക് സൈസും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ എഴുതിയിട്ടില്ല ഇതിൻ്റെ ഈ ഒരു കവറിൻ്റെ മേലെ. പക്ഷേ ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആമസോണിൽ ഇതിൻ്റെ ഹുക്ക് സൈസും ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇതിപ്പോൾ കടയിൽ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഊഹം വെച്ചിട്ടൊരു
സൈസുള്ള ഹുക്കായിരുന്നിരിക്കും എടുക്കേണ്ടിയിരുന്നത്. കാരണം ഈ ഒരു യാൻ്റെ തിക്നെസ് എത്രയായിരുന്നെന്ന് പോലും ഈ കവറിൽ മെൻഷൻ ചെയ്തിട്ടില്ല അവർ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലഷ് യാൻ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ടോയ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് മെയിനായിട്ട്. ഇനി അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഹോബി സ്റ്റോറിൻ്റെ ഒരു ആക്രിലിക് യാൻ. ഇത് മൾട്ടി കളറാണ് വരുന്നത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സെയിം ആക്രിലിക് യാൻ തന്നെയാണ്, ഇതുപോലെ തന്നെ സെയിം ആക്രിലിക്കാണ്. ക്വാളിറ്റി വൈസും വലിയ കുഴപ്പം ഫീൽ ചെയ്തിട്ടില്ല എനിക്ക്. ഹോബി സ്റ്റോറിൻ്റെയും അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് തന്നെയാണ്. ഹോബി സ്റ്റോറിൻ്റെ പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും അവർ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടാവും. ഡിസൈറും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് 100 ഗ്രാം തന്നെയാണ് വരുന്നത്. മൾട്ടി കളറാണെന്ന് മാത്രം. അപ്പം നമ്മളിത് തയ്ച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ കളർ ഇത് കണ്ടില്ലേ, പിങ്ക്, പേർപ്പിൾ, വൈറ്റ്, അങ്ങനെ കളർ മാറി മാറി ഇങ്ങനെ പോകുന്നതാണ്. അതാണ് ഒരു മൾട്ടി കളർ യാൻ എന്ന് പറയുന്നത്. ഇതും ആക്രിലിക് തന്നെയാണ് കേട്ടോ, ആക്രിലിക്കിൻ്റെ മൾട്ടി കളർ. അങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യാൻസ് അവൈലബിൾ ആണ്. നമ്മളുടെ നീഡ് എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ യാൻ പർച്ചേസ് ചെയ്യേണ്ടത്. ഇതിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈസ് വരുന്നത് 4 പ്ലൈ തന്നെയാണ് വരുന്നത്. പിന്നെ ആ പ്ലൈ എന്ന് പറഞ്ഞത് ഇവിടെ അവർ എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ പറയുന്ന ഒരു സൈസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടാണ്, PLY വെച്ചിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നെറ്റിങ്, ഇതാണ് ക്രോഷേയിങ്ങിൻ്റെ 4.5 to 5.5 mm വരെ നമുക്ക് ആ ഹുക്ക് സൈസിനുള്ള ഏത് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇത് നമ്മൾ ക്രോഷേ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഹുക്ക് സൈസിൻ്റെ ഡിഫറൻസ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ സ്റ്റിച്ചസ് ടൈറ്റ് ചെയ്തിട്ട് വരേണ്ട സമയത്ത് നമ്മൾ മാക്സിമം ആ ഒരു ഹുക്ക് യാനിൻ്റെ കട്ടിക്ക് എടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ഹുക്ക് സൈസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടിരിക്കും. ഇനി നമ്മൾ ലൂസായിട്ടുള്ള സ്റ്റിച്ചസ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡഡ് സൈസിനേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ഹുക്ക് എടുക്കുകയാണെങ്കിൽ, കുറച്ച് വലിപ്പം കൂടിയ ഹുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചസ് ലൂസായിട്ടും കിട്ടും. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിനനുസരിച്ച് നമ്മൾ ഹുക്ക് സൈസുകൾ മാറ്റുകയും ചേഞ്ച് ചെയ്തെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് റേറ്റ് വരുന്ന യാൻസ് എന്ന് പറയാനായിട്ട്. ഇപ്പോൾ ഡിസൈറിൻ്റെ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികവും ഇതിന് 4 പ്ലൈ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസൈറിൻ്റെത്. ഞാൻ സാധാരണ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അവിടെ ഞാൻ ഡിസൈറിൻ്റെ വേറെ സൈസൊന്നും കണ്ടിട്ടില്ല. 4 പ്ലൈ വാങ്ങുന്നവരാണെങ്കിൽ ഡിസൈറിൻ്റെ ആണെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം, ഓക്കെയാണ്. പിന്നെ കോട്ടൺ, പിന്നെ അതേപോലെ ആക്രിലിക് യാനൊക്കെ ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ പ്ലഷ് യാൻ ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ സൈസ് മാറ്റി മാറ്റി മേടിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈറിൻ്റെ ഈ ഒരു ആക്രിലിക് യാനിന് ഒരു 98 റുപ്പീസാണ് വരുന്നത്. ഈ ഒരു കോട്ടൺ യാനിനും എനിക്ക് വന്നിട്ടുള്ളത് 100 ഗ്രാമിൻ്റെ ഈ ഒരു യാനിന് എനിക്ക് 130 രൂപയാണ് ചാർജ് ആയത്. ഞാൻ മേടിക്കുന്ന സമയത്ത് ഈ ഒരു പ്ലഷ് യാൻ്റെ റേറ്റ് ഒരു 150 to 200 അതിൻ്റെ ഉള്ളിലായിരുന്നു ഈ ഒരു പ്ലഷ് യാൻ്റെ റേറ്റ് വന്നിരുന്നത്. ഇനി നമ്മൾ ഈ ഹോബി സ്റ്റോറിൻ്റെ ഈ ഒരു മൾട്ടി കളർ ആക്രിലിക് ഞാൻ നോക്കിയപ്പോൾ 135 റുപ്പീസാണ് എനിക്ക് ഇതിനായിട്ടുള്ളത്. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾ പൈസ കൊടുത്ത് കുറച്ച് ക്യാഷ് ഇറക്കി മേടിക്കേണ്ടി വരുന്ന യാൻസ് എന്ന് പറയുന്നത്. ഒരു ബിഗിനർ ആണെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇങ്ങനത്തെ യാൻസ് ഒന്നും വാങ്ങണ്ട. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനും കൂടെ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ദേ ഇങ്ങനത്തെ യാൻസ്. ഈ യാൻസൊക്കെ നമ്മൾ ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല നഷ്ടമാണ്, കാരണം നല്ല റേറ്റ് കൂടുതലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു യാനിന് റേറ്റ് ആവുന്നത് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 25 ഗ്രാമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ 10 രൂപയുടെ യാൻ മേടിക്കുമ്പം ഇത് ഒരുപാട് എണ്ണം മേടിച്ചാലേ നമ്മളിപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റ്, എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബാഗ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പ് എന്തെങ്കിലും തുന്നുവാണെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ ഈ 25 ഗ്രാം വെച്ചിട്ടുള്ള യാൻസ് ഒരുപാട് വാങ്ങേണ്ട വരും. അത് മാത്രമുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 25 ഗ്രാം നമ്മൾ 100 ഗ്രാം ആക്കി എടുക്കണമെങ്കിൽ തന്നെ 4 എണ്ണം നമ്മൾ ഇങ്ങനത്തത് വാങ്ങണം. അപ്പോൾ തന്നെ അത് നമുക്ക് 40 റുപ്പീസായി. റേറ്റ് വൈസ് ഇത് ചീപ്പാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ ക്വാളിറ്റി വൈസ് ഇത് അത്ര നല്ല യാനൊന്നുമല്ല. നമുക്ക് വെറുതെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല നല്ല പ്രോജക്ട്സ് എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്രിലിക് യാനാണ് വാങ്ങുന്നത് നല്ലത്. ഇത് വരുന്നത് ഫുൾ ആക്രിലിക് യാനാണ് കേട്ടോ. കോട്ടൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു അളവിലും ഈ ഒരു റേറ്റിനും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആക്രിലിക് പ്രോജക്ട്സിനൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. കാരണം എനിക്ക് കുറച്ച് DMs വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം റേറ്റിൻ്റെ യാനൊക്കെ വാങ്ങി വെച്ചിട്ട് ഇൻ കേസ് ചെയ്യാതെ പോയാലോ അല്ലെങ്കിൽ
ചെയ്യുന്നത് ശരിയാകാതെ വന്നാലൊക്കെ നമുക്ക് നഷ്ടമല്ലേ? അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനുള്ള സൊല്യൂഷനാണ് ഈ പറയുന്നത്. അപ്പം ഈ 10 രൂപയുടെ യാൻസ് കൊണ്ട് നമുക്ക് പല പല കളേഴ്സൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സാക്റ്റ് കളർ ചിലപ്പോൾ ഇതിൽ കിട്ടണമെന്നില്ല. അത് നമ്മൾ ചെല്ലുന്ന കടയനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേറ്റ് കുറവായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാൻസ് നോക്കുകയാണെങ്കിൽ ആക്രിലിക്സിൽ ഇതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ യാൻസിനെ പറ്റിയിട്ട് പറയാൻ ഇത്രേ ഉള്ളൂ. ഇനി ഞാനൊരു മെയിൻ ടിപ്പ് കൂടെ പറഞ്ഞു തരാം. ഇപ്പം ഞാനിവിടെ സ്ക്രീനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഗൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് എല്ലാ ടൈപ്പ് യാനും അതിൻ്റെ സൈസും അതേപോലെ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കൂടെ ഈ ഒരു ഗൈഡൻസിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്ത് സാധനമാണോ ഉണ്ടാക്കേണ്ടത്, എന്ത് ടൈപ്പ് സാധനമാണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ എത്ര സൈസിൻ്റെ യാനാണ് വാങ്ങേണ്ടതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ഫ്യൂച്ചറിലേക്ക് ഈ ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്താൽ മതി. ഇനി നമ്മൾ കുറച്ച് ക്രോഷേ ടൂൾസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സ് ആണ്. ഇങ്ങനെ പിന്ന് പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനത്തിൻ്റെ പേരാണ് സ്റ്റിച്ച് മാർക്കർ. നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 20-30 എണ്ണത്തിന് ഒരു 20 രൂപയൊക്കെ റേഞ്ചേ നമ്മളുടെ കടകളിൽ നിന്ന് വാങ്ങുമ്പോഴുള്ളൂ. ഓൺലൈൻ വാങ്ങാനാണെങ്കിൽ ഇത് നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. കടയിൽ പോയി വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുക. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ക്രോഷേ ഹുക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ സൈസിലുള്ള ഹുക്സും ഉണ്ട്. നമ്മൾ എല്ലാ സൈസിലുള്ള ഹുക്സും ഒരു ബിഗിനർ വാങ്ങി വെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എങ്ങനെ ക്രോഷേയും ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അതിനിടയിൽ എല്ലാ സൈസിലുള്ള ഹുക്ക് സൈസും വാങ്ങുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എൻ്റെ കാര്യം ഇരിക്കുന്നത് സിലിക്കോൺ ടൈപ്പ് ഹാൻഡിൽ വരുന്ന ഹുക്സ് ആണ്. അപ്പം ബിഗിനർ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ പ്രൊജക്ട്സ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു 10 രൂപയുടെ യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2.5 അല്ലെങ്കിൽ 3 mm ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ മതി നമ്മുടെ കയ്യിൽ. ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാ പ്രൊജക്ട്സും തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ പ്രൊജക്റ്റ് ഡിപ്പെൻസ്. ഇപ്പം നമ്മൾ ഈ ഒരു ആക്രിലിക് യാൻ യൂസ് ചെയ്തിട്ട് ഈ 4 പ്ലൈ വരുന്ന ആക്രിലിക് യാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെക്കമെൻഡഡ് ഹുക്ക് സൈസ് 6.5 mm ആണ്. അപ്പോൾ നമ്മൾ 6.5 mm ഹുക്ക് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മളെ ഹുക്ക് സൈസ് വരുന്നത്. 2 mm മുതൽ 8 mm വരെയുള്ള എല്ലാ സൈസുകളും എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാനൊരു സെറ്റായിട്ട് കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സ്, യാൺ കട്ടർ, പിന്നെ ഒരു ടേപ്പ്, ഈ ഹുക്സ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങളെല്ലാം കൂടെ സെറ്റായിട്ട് വരുന്ന ഒരു പൗച്ച് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതേപോലെ ഹാൻഡിൽ വരുന്ന ഹുക്സ് ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാലും ഓൺലൈനിൽ നിന്നും ഒരെണ്ണം വാങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 150 to 250 റുപ്പീസിൻ്റെ അകത്താണ് റേറ്റ് വരുന്നത്. ആ ഒരു റേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും നമ്മൾ വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ എല്ലാം കൂടെ നമ്മൾ എല്ലാ സൈസും ഒരെണ്ണം വാങ്ങുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ബേസിക് ആയിട്ട് എല്ലാം പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ആവശ്യമില്ല. വെറുതെ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് പിന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ക്രോഷേയിങ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത വേറൊരു സാധനമാണ് നീഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീഡിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൈസിലുള്ള നീഡിലും എൻ്റെ കയ്യിലുണ്ട്. നമ്മളുടെ കയ്യിൽ എല്ലാ സൈസിലുള്ള നീഡിൽസിൻ്റെയും ആവശ്യമില്ല. ഒരു 4 പ്ലൈ യാനൊക്കെ വെച്ച് ചെയ്യുന്ന പ്രൊജക്ട്സിൽ വേണ്ടി വരുന്നത് ഏകദേശം ഈ ഒരു സൈസിലുള്ള നീഡിലായിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ പ്ലഷ് യാനൊക്കെ കണ്ടല്ലോ, പ്ലഷ് യാനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വലിയ സൂചി എന്ന് പറയുന്നത്. ഇത് 2 എണ്ണം പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഒരു വിധത്തിലുള്ള മുറിവുകളും ഉണ്ടാക്കില്ല. പ്ലാസ്റ്റിക് സൂചിയാണ് ഇത് 2 എണ്ണം. അതേപോലെ ഇത്രയും വരുന്നതും നമ്മുടെ കൈക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത മൊനയില്ലാത്ത ടൈപ്പ് സൂചിയാണ് കേട്ടോ. കണ്ടില്ലേ, മൊനയില്ലാത്ത ടൈപ്പ് സൂചിയാണ്. നമ്മുടെ കൈക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇങ്ങനത്തെ സൂചിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സാധാരണ നീഡിലാണ്, മൊനയുള്ള ടൈപ്പ്. ഇത് നമുക്ക് അത്യാവശ്യം ത്രെഡ് വർക്ക് മെഷീനിലൊക്കെ തയ്ക്കുന്ന ടൈപ്പ് നൂലില്ലേ, അപ്പോൾ അങ്ങനത്തെ നൂലുകളൊക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് യൂസ് ചെയ്യാനാണ് ഈ ഒരു മൊനയുള്ള സൂചിയും കൂടെ നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്നത്. ഈ എല്ലാ സൈസും നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട സാധനമല്ല. ഇതേപോലെ ഒരു എണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്.
ഇനി അതുപോലുള്ളൊരു സാധനം തന്നെയാണ് ഈ ഒരു സൂചി കോർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള്. ഇതെൻ്റെ മിക്ക വീഡിയോയിലും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അതേപോലെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും സൂചി കോർക്കാൻ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സൂചി കോർക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ പണി ഇതൊക്കെ എളുപ്പമാക്കും. പിന്നുള്ളൊരു സാധനമാണ് ഈ ഒരു യാൻ കട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കുകയാണ് ചെയ്യുക. നമ്മൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് യാൻ മുറിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു യാൻ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ച് അതുപോലെ ഒന്ന് വലിച്ചു കഴിയുമ്പോഴേക്ക് കണ്ടതിനകത്തൊരു ബ്ലേഡാണുള്ളത്. യാൻ നമുക്ക് കട്ടായി കിട്ടും. ഇതൊന്നും നിർബന്ധമുള്ള സാധനമല്ല, ജസ്റ്റ് എൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഒരു കത്രികയുടെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്കൊരു ടേപ്പിൻ്റെ ആവശ്യം. ഇതൊക്കെ നമ്മൾ ഡ്രസ്സുകളൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കുറച്ച് വലിയ വലിയ പ്രൊജക്ട്സ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ടേപ്പിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്നും നിർബന്ധമായിട്ടുള്ളൊരു കാര്യം അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പൗച്ച് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് എടുത്ത് ഇട്ട് വെച്ച് നമ്മൾ എവിടെ പോകുമ്പോഴും കൊണ്ടുപോവുകയും ചെയ്യാം. മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഹുക്കോ അല്ലെങ്കിൽ സൂചിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കളഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നിങ്ങളിത് വാങ്ങണമെന്ന് ഞാൻ നിർബന്ധിക്കുമല്ലോ കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇതുപോലെ ഇട്ട് വെക്കാൻ പറ്റും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ ബേസിക്സ് ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് ക്രോഷിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതിൻ്റെ സാധനങ്ങളൊക്കെ. ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ലോ ബഡ്ജറ്റിൽ തന്നെ എങ്ങനെ ക്രോഷിംഗ് പഠിച്ചെടുക്കാം, എങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോസ് എല്ലാം തന്നെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീട്ടിൽ അച്ഛനും അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കൊന്നും കിട്ടാതെ എങ്ങനെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ക്രോഷിംഗ് പഠിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ലോ ബഡ്ജറ്റിലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ ഐറ്റംസ് ആണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ നമ്മുടെ കമൻസിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.